കഴിഞ്ഞ ദിവസം ഒരു കേസ് നടന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ പലപ്പോഴായി പല കേസുകൾ സംഭവിക്കുന്നു, തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഒരു ഡാറ്റ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 2024 മാത്രം അബവ് 40,000 കേസുകൾ മാത്രം ഇങ്ങനെ സൈബർ ക്രൈമുകളിലൂടെ അതല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുകളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ തടയാൻ കുറച്ച് ഒന്നുകൂടി ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് വേറെ എന്തെങ്കിലും നിലവിലുണ്ടോ? ഗവൺമെൻറ്റിന് ഇതിൽ വലിയ റോളുണ്ട് എന്നുള്ളതാണ്. കേരള ഗവൺമെൻറ് റീസെൻ്റായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് റെറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നേരത്തെ അത് മഹാരാഷ്ട്ര ഒക്കെ റെറ ഒക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ നിക്ഷേപം നിലവിൽ നല്ലൊരു മാർക്കറ്റാണ്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. റിയൽ എസ്റ്റേറ്റ് മീൻസ് ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റു വില്ല പ്രൊജക്റ്റുകൾ വരുന്നു, അതിൽ ഇൻവെസ്റ്റേഴ്സിനെ സമീപിക്കുന്നു. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വലിയ വില കിട്ടും, അല്ലെങ്കിൽ നാളെ റെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇതിന് ഒരു കാലത്തുണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അത് 7-8 വർഷത്തേക്ക് നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അമ്യൂണിറ്റീസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൽ അത്ര അമ്യൂണിറ്റീസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഉള്ളത് വെച്ച് അതിനെ സ്വീകരിക്കാൻ ഈ പറഞ്ഞ ഇൻവെസ്റ്റർ നിർബന്ധിതനാവുന്നു. ഇതിനൊക്കെ ഒരു റെറ എന്നൊരു നിയമത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയും അതിലൂടെ ഇതിലെ പ്രശ്നങ്ങൾ എല്ലാം ഇൻവെസ്റ്റർ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കുകയും, അതായത് എന്താണോ നേരത്തെ ഓഫർ ചെയ്തത് അത് മുഴുവൻ ഇതിലുണ്ടാവും എന്ന് അഷ്യൂർ ചെയ്യാൻ ഗവൺമെൻറ് ഇപ്പം പുതിയ ഒരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തു അത് ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എല്ലാ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള ആക്റ്റുകളും കാര്യങ്ങളും കൊണ്ടുവരികയും ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾ വലിയ അളവോളം ഇത് നമുക്ക് കർബ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ് കുറച്ചും കൂടി റിസ്കിയർ ആവും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ബിസിനസ്സിനെ ലഘൂകരിക്കുകയും നിയമപരമായിട്ട് തന്നെ വലിയ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ആ ടാക്സിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് വളരെ ഹൈ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒന്ന് കർബ് ചെയ്ത് കൊണ്ടുവരികയും നിയമം അനുസരിക്കാൻ വേണ്ടി എല്ലാവരും സന്നദ്ധരാവുന്ന രൂപത്തിലേക്ക് നിയമങ്ങളെ കുറച്ചും കൂടി ലൈറ്ററാക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ നിയമങ്ങളാണെങ്കിൽ തന്നെയും ആഡ് ചെയ്താലും പ്രശ്നമില്ലാന്ന് അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ ക്ലീനാക്കി കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം.